மழை வருது குடை கொண்டு வா മാലേയ മാറാപ്പിലേതു. ഞാൻ ഈ പാടാൻ പോകുന്നത് ഞാൻ പാടാനട്ടാൽ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പാടിയാൽ നിങ്ങളെല്ലാം ഇരുന്ന് ഇനിയിപ്പോൾ കരയേണ്ടി വരും. ഇതാ കണ്ടില്ലേ, നമ്മുടെ പപ്പിക്കുട്ടികൾ മഴയത്തിറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ കളി കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഞാനും പിന്നോട്ട് പോയി. ഞാനും ഈ ചെറിയ പ്രായങ്ങളിലൊക്കെ ഈ ചാറ്റൽ മഴയൊക്കെ നനയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മഴവെള്ളത്തിൽ കുളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ മഴയത്തൊക്കെ ഇറങ്ങിയൊക്കെ നമ്മൾ പണ്ട് ചെറിയ പ്രായത്തിലൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ ഈ മക്കളും നോക്കുകയാണ്, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഇവർ നനയും കേട്ടോ. അതിശക്തമായി വരുന്ന മഴയിൽ മാത്രമാണ് ഈ കുട്ടികൾ ഇറങ്ങാതെയുള്ളൂ. അപ്പോൾ ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊന്നും വകവയ്ക്കാതെ എൻ്റെ മക്കളുമാർ അമ്മയും മക്കളുമായിട്ടൊക്കെ ഇങ്ങനെ കളിപ്പാട്ടത്തിന് വേണ്ടി അടികൂടുകയാണ്. അപ്പോൾ തള്ളയുടെ കയ്യിൽ ഇതാണ്ടില്ലേ ഒരു കളിപ്പാട്ട്, ഒരു പാത്രം വലിച്ചെറിഞ്ഞത് അവൾ എടുത്തുകൊണ്ട് വന്ന് അതിൽ ഇനി ആരും പിടിക്കണ്ട. അവൾ മുറിവേണിരുന്ന് അവൾ ശക്തമായിട്ട് കറെന്നും പറഞ്ഞൊക്കെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ആൾ കേട്ടോ. അപ്പോൾ ഈ മുറുകുന്ന സമയത്ത് നമ്മൾ ഇനി ഓണറായാലും പോയി പിടിക്കാൻ വന്ന് അവൾ കടിക്കും. അപ്പോൾ അവളുടെ ദേഷ്യവും അവളുടെ ആ ഒരു രീതിയും കാണണം. അവളിപ്പോൾ കൊച്ചു കുട്ടികളെ പോലെ ആയിരിക്കുകയാണ് കേട്ടോ. അമ്മയുടെ ആ പ്രകൃതം മാറി. അമ്മ 3 മാസം, ഇപ്പം മക്കൾക്ക് 3 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ 3 മാസം വരെയുള്ള ഒരു പരിപാലനവും സ്നേഹവും. പക്ഷെ അവൾക്ക് ഇപ്പോഴും മക്കളോട് ഭയങ്കര സ്നേഹമാണ്. ഭക്ഷണം അവൾ കഴിക്കുമെങ്കിലും അവൾ മക്കൾക്ക് കൊടുക്കുന്നതെന്ന് അവൾ ശ്രദ്ധിക്കും. അപ്പോൾ മക്കൾക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അവൾ തിന്നാതിരിക്കുമ്പോൾ അവൾക്കറിയാം മക്കളുമാർ വന്ന് അതെടുത്ത് കഴിക്കുമെന്നറിയാം. അതുകൊണ്ട് സ്നേഹമുള്ള അമ്മയല്ലേ അല്ലേ, അമ്മ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ വിശേഷങ്ങൾ. ഈ മഴയത്തൊക്കെ ഇവരുടെ കളിയും ബഹളമൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ പപ്പിക്കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര വികൃതി കുട്ടികളാണ്. ഒരു രക്ഷയില്ല ഇവരെ കൊണ്ട് കേട്ടോ. അയ്യോ, എന്ന് ഇവർക്ക് അടിയിട്ടാൻ തന്നെ നേരമുള്ളൂ. അപ്പോൾ എൻ്റെ പപ്പിക്കുട്ടികൾ എന്താ പറയേണ്ടത്, ഭയങ്കര സ്നേഹമുള്ള കുട്ടികൾ. എന്തായാലും 2 പേര് നമ്മൾ സെയിൽ ചെയ്ത് ഇനി ഇവർ 2 പേരും കൂടിയേ ഉള്ളൂ. ആരെങ്കിലും വരെയാണെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് വിധി ഇവിടെയാണെങ്കിൽ ഇവിടെ അങ്ങ് നിർത്തും, എൻ്റെ വീട്ടിൽ നിർത്തും. പിന്നെ എൻ്റെ ഡയാനക്കുട്ടി ഉണ്ടല്ലോ, എൻ്റെ ഡയാന തമ്പുരാട്ടി, പിന്നെ അവളെ കാര്യങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ ചക്കരക്കുട്ടിയുടെ നോട്ടം കണ്ടില്ലേ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഇന്നും മഴയത്തുള്ള ഭയങ്കര കളികളാണ്. അപ്പോൾ അടുപ്പിച്ചുള്ള 2-3 ദിവസം മഴയൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ആ മഴയത്ത് എൻ്റെ മക്കളുമാരുടെ കളിയും കൂത്താട്ടവും ഒക്കെ കാണാൻ ഒരു പ്രത്യേകത തന്നെയാണ്. അതിൻ്റെ കൂടെ അമ്മയും മക്കളും തങ്ങളിലുള്ള ഒരിഞ്ഞ അടികളും ഉണ്ട് കേട്ടോ. പിന്നെ ഇവർ 2 പേരും ഡോറയും ഡോണും കേട്ടോ. ആ മക്കളുടെ പേരാണ് ഡോറ ഡോൺ. അപ്പോൾ ഡോറയും ഡോണും കൂടെ എപ്പോഴും അടികൂടൽ. 2 പേരും കൂടെ അടി കൂടുന്ന സമയത്ത് തള്ള വന്ന് പിടിച്ചു മാറ്റാൻ നിൽക്കും. പക്ഷേ തള്ളയ്ക്കും കിട്ടും മക്കളെ കയ്യിൽ നിന്ന് അടി. തള്ള പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നെ കണ്ടില്ല, നല്ല വരിക്കച്ചക്കയുടെ ചുള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. അപ്പോൾ വരിക്കച്ചക്ക കണ്ടിട്ട് എനിക്ക് തന്നെ കണ്ടില്ലേ, നമ്മളിവിടുത്തെ പ്ലാവും വരിക്കച്ചക്കയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കൊച്ചു അങ്ങനെ വരിക്കച്ചക്കയൊക്കെ മണപ്പിച്ച് നോക്കി. പഴുത്തിട്ടില്ല മക്കളെ, പഴുക്കുമ്പോൾ തരാം കേട്ടോ. ഇവർക്ക് ഈ പഴവർഗ്ഗങ്ങൾ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പഴുത്ത മാമ്പഴവും പഴുത്ത ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പരുവമായിട്ടില്ല, പഴുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡോറക്കുട്ടി അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മളെ കൂട്ടായി ചേകവർ എൻ്റെ കട്ടിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ്, 4 കാലും പറിച്ച്. കണ്ടില്ലേ അവൻ്റെ ഉറക്കം കണ്ടില്ലേ. ഇതുപോലൊരു കാരണം എന്ന് പറഞ്ഞാൽ അവന് ഒന്നും അറിയണ്ട, അവന് പണിക്ക് പോകണ്ട, അവന് എന്താ പറയേണ്ടത്, ഒരു പണിയും ചെയ്യണ്ട. അവൻ സമയാസമയങ്ങളിൽ വന്ന് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ പോത്തുപോലെ കിടന്ന് 4 കാലും പറിച്ച് ഉറങ്ങുക. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ വേറെ വിശേഷങ്ങളുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും, പുതിയ ആൾക്കാരാണെങ്കിൽ സബും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.